കഴിഞ്ഞില്ല. ഒരു ദിവസം നടന്നില്ലെങ്കിൽ കൈയും കാലൊക്കെ മുറുകിയ പോലെ ഉണ്ടാവും. ഒന്ന് ഞായറാഴ്ച അല്ലേ, ഞാൻ ഇവരിവിടെ പോകുമ്പോ നേരത്തെ ഒന്ന് എണിച്ച് പോവാൻ പറഞ്ഞതാ. ഈ നേരമായിട്ട് എണിച്ചിട്ടില്ല. ഓ എന്നേ നിങ്ങളോട് ഞാൻ പോകുമ്പോ നടക്കാൻ പോകുമ്പോ പറഞ്ഞല്ലേ നേരത്തെ പോയിട്ട് ബീഫ് വാങ്ങിട്ട് വരാൻ. ഇന്ന് ഞായറാഴ്ച അല്ലേ, കണ്ടില്ലേ? ഇനിയിപ്പോ ഈ നേരത്തെ പോയിട്ട് എപ്പോഴാ കിട്ടുക? എനിക്ക് വയ്യ, അവനോട് പോവാൻ പറയും. എന്താ അവനോട്? നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ, അവൻ കിടന്ന് ഉറങ്ങുകയല്ലേ. അവര് വാതിലെ മുട്ടി അവരെ വിളിച്ച് പോകാൻ നിങ്ങളോട് നടന്ന് വരുമ്പേക്ക് പോയി മേടിച്ചിട്ട് വരും പറഞ്ഞത്. നിങ്ങക്ക് എന്തിട്ട് വയ്യാക? മഴ പെയ്യുമ്പോ എനിക്ക് നിങ്ങക്ക് വയ്യാതെ എന്നിട്ട് പോച്ച് എടുക്കുമ്പോൾ നിങ്ങക്ക് തോന്നുന്നത്. ഞാൻ അവനോട് ഒന്ന് പോയിട്ട് വിളിക്കട്ടെ. നിങ്ങൾ എഞ്ഞപ്പം ദേഷ്യം വരണ്ട എനിക്ക്. മോനെ 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 ഒന്ന് എണിക്കടാ. ഷെഫി, അതെ പോയിട്ട് വരുമ്പോ ബീഫ് വാങ്ങിട്ട് മോനെ. നേരത്തെ പോയാലാണ് നല്ല ഇറച്ചി കിട്ടുക. എന്റെ ഉപ്പാട് പറയുമ്പോ എന്റെ ഉപ്പ വലിയ അവനെ പോവാൻ പറയുന്നു എന്നിട്ട് പറയുന്നത്. നമ്മ നടക്കാൻ പോകുമ്പോ ഞാൻ ഉപ്പാട് പറഞ്ഞിട്ട് പോയതാ. അതെന്റെ ഉപ്പ പറയുന്നത്. മോനെ പറഞ്ഞാക്കി എനിക്ക് വലിയൊരു വേനിക്കണോ വളരെ കുറച്ചും കൂടി കിടക്കണം. ഇന്ന് ഞായറാഴ്ച അല്ലേ മോനെ. ഇനി വേണിക്ക് പോയിട്ട് വേഗം പോയിട്ട് വാ. ഇവിടത്തോളം തന്നെ പോണം. ബാങ്കെടുക്കും ഒരു 2 കിലോ മേടിച്ചോ. സഞ്ചി ആണോ സഞ്ചി? അതെ മോനെ, അതെ മോൻ പോണൊക്കെ ശരി. അതെ നല്ല ഇറച്ചി നോക്കി മേടിക്കും. പിന്നെ ഇറച്ചി മേടിച്ച് തന്ന ശേഷം കയ്യിൽ പിടിച്ച ശേഷം കുറച്ച് നെയ്യ് ഇടാൻ പറയാം. എന്നാൽ തന്നെ കറി നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് നെയ്യും കൂടി ചോദിച്ചു മേടിക്കണം. അവര് ഇടൂല. അപ്പൊ തന്നെ കറി വെച്ചാലേ ഒരു ടേസ്റ്റ്. നല്ല ഇറച്ചി നോക്കി മേടിക്കിട്ട് പിന്നെ ഇറച്ചി ഉണ്ടാവും. ഫാമിലി പോയാൽ മതി. അവിടെ ഒന്നും വാങ്ങണ്ട. ശരി പോയിട്ട് ഫാൻറ്റൊന്നും വേണ്ട. ഡൗസർ ഇതല്ലേ ഇപ്പൊ മോഡല്. ഇപ്പൊ വലിയ വലിയ തന്താര തന്നെ ഡൗസർ ഇട്ടിട്ട് വരുന്നു കാണുന്നു. ഇതൊക്കെ മതി, കുട്ടികൾക്കൊക്കെ ഇത് മതി. ശരി പോയിട്ട് വേണ്ട, നോക്കി പോയിട്ട് വേണ്ട. ഞാൻ വേറെ തക്കാളി മേടിച്ച ബാക്കി സാധനങ്ങളൊക്കെ എന്നാലും മേടിച്ചതിരിക്കുന്നുണ്ട്. നോക്കി പോട്ടെ. ഇറച്ചി നോക്കി നോക്കിയാ നല്ലതാണോ? ഞാൻ ഇക്കാലത്ത് പറഞ്ഞു നല്ലത് നോക്കിട്ട് എടുക്കണട്ടാന്ന്. ഞാനേ നേരം വൈകിയപ്പോ കിട്ടൂലെന്ന് വിചാരിച്ചതാ. നുറുക്കി തന്നു. നെയ്യും എല്ലും ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. തക്കാളി നേരം വൈകി പോയപ്പോ ഞാൻ വിചാരിച്ച് നല്ല ഇറച്ചിയൊക്കെ പോയിട്ട് ചിലപ്പോ വെട്ടിക്കൂട്ടും അത് ഇതൊക്കെ ചേർത്ത് തരും. അതുകൊണ്ട് അമ്മ പറഞ്ഞത്. ഭയങ്കര തിരക്കാ. കൊറേ പേരുണ്ട്. കൊറേ കൂത്ത് അറുത്തിട്ട് ഞായറാഴ്ച അല്ലേ. അതാ ഉണ്ടെങ്കിൽ ഈ നേരം പോയാൽ കിട്ടൂല മോനെ. കഴിയും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പല പറഞ്ഞിട്ട് ഇറച്ചി കിട്ടിയില്ല. അതാണ് ഞാൻ പല എന്നിട്ട് പറഞ്ഞത്. ഉപ്പാക്ക് മഴ പെയ്തിട്ടില്ല, മടി പിടിച്ചു. എന്റെ ഉപ്പാക്ക് എപ്പോഴും മടിയാ. മഴ നനച്ച് വിടാൻ മതി. കുഴപ്പമില്ല മോനെ, നല്ല ഇറച്ചിയാ. നല്ല ഇറച്ചി വെട്ടിട്ടൊക്കെ ഉണ്ടല്ലേ. പീസാക്കിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നെയ്ച്ചോറ് വെച്ചിട്ട് ബീഫ് കറി വെക്കാം. ബീഫ് കറി ഉണ്ടെങ്കിൽ നെയ്ച്ചോറിന് അടിപൊളി. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറും ബീഫും. എന്താ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് ഇറച്ചി കഴിഞ്ഞ് കുക്കറിൽ വെക്കാൻ പോവാ. ഇറച്ചി കഴിക്കണം. നല്ല ഇറച്ചിയൊന്നും കിട്ടിയിരിക്കുന്നു. നെയ്ച്ചോറും ബീഫും വെക്കാൻ പോണത്. നമുക്ക് പോണൊരു കാര്യം ചെയ്യും. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് തോന്നി നെയ്ച്ചോറല്ലേ സാധാരണ നെയ്ച്ചോറും വെച്ചിട്ട് അതിന് മുളകൊന്ന് തോന്നിയാൽ പിന്നെ നല്ല ചോരയുണ്ട്. എത്ര 3-4 വട്ടം കഴിയാലും ചോരയുണ്ട്. നല്ല ഇറച്ചി തന്നെ കിട്ടി.